അടുത്തത് നമുക്ക് ഡീസൽ സൈക്കിൾ നോക്കാം. ഡീസൽ സൈക്കിളിൽ ഈ സൈക്കിള് ഈ ഡീസൽ സൈക്കിൾ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഡോക്ടർ റുഡോൾഫ് ഡീസൽ. 1893 അത് കണ്ടുപിടിച്ചത്. തെർമൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു, ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് കണ്ടുപിടിച്ചത്, വിത്ത് എ ഹൈ കംപ്രഷൻ റേഷ്യോ. അതുപോലെ ഇത് ഓൾസോ നോൺ ആസ് എന്താണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. അതായത് എഫിഷ്യൻസി ഡീസൽ സൈക്കിളിന് എഫിഷ്യൻസി കൂടുതലാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീസൽ സൈക്കിൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നും പറയുന്നുണ്ട്. ആൾ ദ ഡീസൽ എഞ്ചിൻ വർക്ക്സ് ഓൺ ദി സൈക്കിൾ. ഡീസൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 2 റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്, അതായത് 2 അഡിയാബാറ്റിക് പ്രോസസ്സ്, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, ഇതൊക്കെയാണുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം, എഞ്ചിൻ സിലിണ്ടർ കണ്ടെയ്ൻസ് mkg ഓഫ് എയർ അറ്റ് പോയിൻറ്റ് 1. അപ്പോൾ പോയിൻറ്റ് 1 mkg ഓഫ് എയർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ആ പോയിൻറ്റ് 1 കണ്ടീഷൻ P1 V1 T1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാം. അതായത് 1 to 2 കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, 2 to 3 അഡിയബാറ്റിക് എക്സ്പാൻഷൻ, 3 to 4 കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, 4 to 1 അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൽ 2 to 3 4 to 1 Q = 0, 1 to 2 അത് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, P1 = P2, 3 to 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയമാണ്, V3 = V4. ഇവിടെ എല്ലായിടത്തും Q = 0. ഓക്കെ, പിന്നെ അതിൻ്റെ TS ഡയഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് 1 to 2 ഹീറ്റ് അഡിഷൻ നടക്കുന്നു, അതായത് T1 നിന്ന് T2 ടെമ്പറേച്ചർ കയറുന്നു. പിന്നെ അതേപോലെ 2 to 3 എന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസ്സാണ്, ദാറ്റ് ഈസ് S2 = S3 അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. 3 to 4 എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്, അതായത് T3 നിന്ന് T4 ടെമ്പറേച്ചർ കുറയുന്നു. 4 to 1 എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്, അതായത് S1 = S4. ഓക്കെ, അതായത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. നമ്മൾ ആ ഈ ഇത് വെച്ചിട്ടുള്ള ഈ ഫിഗർ വെച്ചിട്ടാണ് ഇതെല്ലാം എഴുതുന്നത്. ഫസ്റ്റ് സ്റ്റേജ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അപ്പോൾ P1 = P2, അതായത് V2 എന്ന് പറയുന്നത് V1 1 to 2, അപ്പോൾ V2 > V1. പിന്നെ നെക്സ്റ്റ് T2 > T1. ഇനി നെക്സ്റ്റ് 3 to 4 പ്രോസസ്സ് എടുക്കുമ്പോൾ നമുക്ക് 1 to 2 കഴിഞ്ഞാൽ 2 to 3, 2 to 3 പ്രോസസ്സ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, 1 to 2 പ്രോസസ്സിലാണ് ഹീറ്റ് അഡീഷൻ. അപ്പോൾ നമ്മളവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCP T2 - T1, ടെമ്പറേച്ചർ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. നെക്സ്റ്റ് 2 to 3 ആണ്. 2 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് Q = 0. അപ്പോൾ P2 V2 T2 നിന്ന് P3 V3 T3 അത് ആ സ്റ്റേറ്റ് മാറുന്നു. അത് അഡിയബാറ്റിക് ആണ്, പ്രോസസ്സാണ്. അതുകൊണ്ട് Q = 0. സിമിലർലി S2 = S3. നെക്സ്റ്റ് പ്രോസസ്സ് 3 to 4, അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. നമുക്ക് എഴുതാം V3 = V4. ഓക്കെ, V3 = V4. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് എഴുതാം P3 > P4. അതേപോലെ തന്നെ T3 > T4. T3 നിന്ന് ടെമ്പറേച്ചർ T4 കുറഞ്ഞു വരുന്നു. അപ്പോൾ T3 ആണ് വലുത്, T4 ചെറുത്. ഓക്കെ, പിന്നെ അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി വാല്യൂ Q = കോൺസ്റ്റൻറ്റ് വോളിയം MCV. ഇവിടെ വരുമ്പോൾ T3 - T4. ഓക്കെ, MCV T3 - T4. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ 4 to 1 P4 V4 T4 നിന്ന് P1 V1 T1 കംപ്രസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫോർത്ത് സ്റ്റേജ് അതാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ എഴുതാം, Q = 0. സിമിലർലി S1 = S4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു എക്സ്പ്ലനേഷനാണ്, ഡീസൽ സൈക്കിളിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എഫിഷ്യൻസിൻ്റെ ഡിറൈവ് ചെയ്യണം. അപ്പോൾ എഫിഷ്യൻസിയുടെ ഡിറൈവ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ നമുക്ക് എന്താ, എഫിഷ്യൻസി = വർക്ക് ഡൺ / ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് - ഹീറ്റ് റിജക്റ്റഡ്, അതായത് QS - QR. QS എന്തായിരുന്നു, MCP കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ, MCP T2 - T1 MCV T3 - T4. അതായിരുന്നു നമ്മളുടെ വർക്ക് ഡൺ, അതായത് QS ഹീറ്റ് സപ്ലൈഡ് - ഹീറ്റ് റിജക്റ്റഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എഫിഷ്യൻസിയുടെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എഫിഷ്യൻസി = വർക്ക് ഡൺ ഹീറ്റ് സപ്ലൈഡ് - ഹീറ്റ് റിജക്റ്റഡ് ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ വർക്ക് ഡൺ / ഹീറ്റ് സപ്ലൈഡ് നമ്മൾ എഴുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. MCP T2 - T1 / MCP T2 - T1 MCV T3 - T4 / MCP T2 - T1. അപ്പോൾ ഈ രണ്ട് ടൈം നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നായി. അതായത് ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് 1 എന്ന് എഴുതി. ഇവിടെ വരുമ്പോൾ MCV T3 - T4 /
(mCp) എന്ന് എഴുതി. ഓക്കെ, അതായത് എം ഇവിടെ ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ളത് CP/CV. നമുക്കറിയാം CP/CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ. അപ്പോൾ CV/CP എന്ന് പറഞ്ഞാൽ 1/γ. നമ്മളത് എഴുതി 1 - 1/γ ഇൻറ്റു T3 - T4 T2 - T1. ഓക്കെ, ഇത്രയും എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ T3, T4, T2, T1 ഇതിനെല്ലാം ഒരു കോമൺ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മളത് ഓരോ ടേമുകൾ എടുത്ത് നോക്കിയിട്ട് അത് ആ ഒരു ഇക്വേഷൻ, അതായത് എഫിഷ്യൻസി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയുന്ന കുറച്ച് ടേമുകളുണ്ട് ഇതിൽ. കംപ്രഷൻ റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോ, കട്ട് ഓഫ് റേഷ്യോ. അപ്പോൾ ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞുതരാം. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഏതാ കംപ്രഷൻ? V4/V1 അല്ലേ? 4ൽ നിന്ന് 1ലേക്ക് V4/V1 4ൽ നിന്ന് 1ലേക്ക് കംപ്രസ് ചെയ്യപ്പെടുന്നു അഡിയബാറ്റിക് കംപ്രഷനിൽ. അപ്പോൾ അതാണ് കംപ്രഷൻ റേഷ്യോ. ഇനി എക്സ്പാൻഷൻ റേഷ്യോ 2 to 3 അതല്ലേ? അവിടെയാണ് 2 to 3 അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുക. അപ്പോൾ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3/V2. ഇനി നെക്സ്റ്റ് ആണ് കട്ട് ഓഫ് റേഷ്യോ. അതായത് ഇവിടെയാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് അല്ലേ? ഇതാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത്, QS ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. ഇവിടെയാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്പാർക്ക്, അതായത് അല്ലെങ്കിൽ ഫ്യൂവൽ കമ്പസ്റ്റ് ചെയ്യുന്ന സ്ഥലം. സ്പാർക്ക് അല്ല, ഇപ്പോൾ ഡീസൽ ആയതുകൊണ്ട് ഫ്യൂവൽ ഇഞ്ചക്ടറിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത സമയത്ത് ഹൈ പ്രഷറിലുള്ള എയറിൽ വന്ന് അത് മിക്സ് ആകുമ്പോൾ കമ്പസ്റ്റൻ കത്തിപ്പിടിക്കും. ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ബിഫോർ കമ്പസ്റ്റൻ, അതായത് ഇപ്പോൾ ഇവിടെ 2 പ്രഷർ കാണും നമുക്ക്, P1 P2 അങ്ങനെയുള്ള ആ ഒരു പ്രഷർ കണ്ടീഷൻ. അതായത് നമ്മൾ എന്താ പറയുക, ഇവിടെ 2 ആ പ്രഷർ നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ P1 = P2 ആണ്. അപ്പോൾ അതായത് പ്രഷർ സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ആ കമ്പസ്റ്റന് തൊട്ട് മുൻപ് കമ്പസ്റ്റൻ നടക്കുന്നതിന് മുൻപുള്ള ഒരു വോളിയുണ്ട്, കമ്പസ്റ്റൻ നടന്നതിന് ശേഷമുള്ള ഒരു വോളിയുമുണ്ട്. കത്തിപ്പിടിക്കൽ നടക്കുന്നതിന് മുൻപുള്ള വോളിയം, കത്തിപ്പിടിക്കുന്നതിന് മുൻപുള്ള വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലേ, V1. അപ്പോൾ ഇവിടെ കത്തിപ്പിടിച്ചു, അപ്പോൾ അവിടെ ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വോളിയം മാറി V2 ആയി. അപ്പോൾ ഈ V2/V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ആഫ്റ്റർ കമ്പഷൻ ടു ദ വോളിയം ബിഫോർ കമ്പസ്റ്റൻ. ഓക്കെ, V2/V1 കത്തിപ്പിടിക്കുന്നതിന്, അതായത് ഫ്യൂവലിൻ്റെ കമ്പസ്റ്റൻ നടന്നതിന് ശേഷമുള്ള വോളിയം ഡിവൈഡഡ് ബൈ ഫ്യൂവൽ കമ്പസ്റ്റൻ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള വോളിയം. അതാണ് ഈ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ഇതിൽ എക്സ്ട്രാ പറയുന്നത്. അപ്പോൾ V4/V1 നമ്മൾ R എന്ന് പറയുന്നു, V3/V2 അതായത് എക്സ്പാൻഷൻ റേഷ്യോ R1 എന്ന് പറയുന്നു. അതിൽ നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ എഴുതിയിട്ട് V3 = V4 ആണ്. അതൊക്കെ നമ്മൾ ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, V3/V2 ആണ് എക്സ്പാൻഷൻ റേഷ്യോ, V3 = V4 ആണ്. അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് പിന്നെ ഉള്ളത് V2/V1 ആണ് കട്ട് ഓഫ് റേഷ്യോ. അതിനെ നമ്മൾ റോ എന്ന് ഡിഫൈൻ ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ റോ എന്ന് ഡെൻസിറ്റിയുടെ ചിഹ്നമില്ലേ, റോ, അതാണിത്. ഓക്കെ, ഇനി നമ്മളിവിടെ അതിന് കുറച്ച് ഡെഫിനിഷൻസ് എഴുതിയത്. കാരണം നമുക്ക് R1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. R1 = V3/V2 ശരിയല്ലേ? R1 എക്സ്പാൻഷൻ റേഷ്യോ V3/V2 ആണ്. 2 to 3 പ്രോസസ്സിൽ 2ൽ നിന്ന് 3ലേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. അഡിയബാറ്റിക്കിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് V3/V2 R1. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ട് എന്താണ്, V3 = V4 ആണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് വഴി നമുക്ക് എന്താണെന്ന് അറിയാം, V3 = V4 ആണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതാണ്, V3/V2 എനിക്ക് V4/V2 എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ? V3 = V4. അപ്പോൾ V4/V2 എന്ന് എഴുതി. നെക്സ്റ്റ് ഞാൻ എന്ത് എഴുതാണ്, ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ V4/V1 അതല്ലേ, V4/V1 × V1/V2. അപ്പോൾ അതായത് ഈ V1ഉം ഈ V1ഉം എനിക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ വീണ്ടും അത് V4/V2 എന്നായി. അപ്പോൾ ഞാനിവിടെ ഒരു V1 കൊണ്ട് എന്താ പറയുക, V1 മൾട്ടിപ്ലൈ ചെയ്തു, V1 ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ വ്യത്യാസമൊന്നുമില്ല. V4/V2നെ V1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, V1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ V4/V2 തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ എഴുതിയിട്ട് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ് V4/V1 × V1/V2. V4/V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ R ആണ്, കംപ്രഷൻ റേഷ്യോ. V1/V2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് V2/V1 എന്ന് പറയുന്നതാണ് കട്ട് ഓഫ് റേഷ്യോ, റോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് എഴുതാണ്, ഇതിന് ഞാൻ എന്ത് എഴുതാണ്, ഇപ്പോൾ V2/V1 റോ ആണെന്നുണ്ടെങ്കിൽ V1/V2 എന്ന് പറഞ്ഞാൽ 1/ρ. അപ്പോൾ ഞാൻ എന്ത് എഴുതി, R1 = V4/V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R × V1/V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ρ. അപ്പോൾ ഞാനങ്ങനെ എഴുതി R1 = R/ρ. ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതാണ്. R1 = എക്സ്പാൻഷൻ റേഷ്യോ, R1 = കംപ്രഷൻ റേഷ്യോ ബൈ കട്ട് ഓഫ് റേഷ്യോ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഓരോ പ്രോസസ്സുകളും എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എടുത്തു, P1 V1/T1 = V2 V2/T2. അതായത് 1 to 2 പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സായിരുന്നു. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്.
അപ്പോൾ അതിൽ നമുക്ക് എന്താ P1 = P2 ആണ്. P1 = P2 ആയതുകൊണ്ട് V1/T1 = V2/T2. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ എന്താണ് ഈ T2 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ T2/T1 = T2/T1. T2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ T2/T1. ഇപ്പോൾ ഈ V1 ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ V2/V1. അപ്പോൾ T2/T1 = V2/V1. അതായത് T2 = എന്താണ് ഞാനിവിടെ ഈ T2 ഞാൻ എന്ത് എഴുതാണ്, ദാറ്റ് ഈസ് T2 = എനിക്ക് എന്ത് എഴുതാം, T2 = V2/V1 ഇൻറ്റു T1 അല്ലേ, V2/V1 ഇൻറ്റു T1. അതായത് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്, V2/V1 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് റേഷ്യോ. അപ്പോൾ ഞാൻ അതിവിടെ കൊടുത്തു, ദാറ്റ് ഈസ് T2 = റോ ഇൻറ്റു T1, കട്ട് ഓഫ് റേഷ്യോ ഇൻറ്റു T1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് അടുത്തൊരു ഇക്വേഷൻ എഴുതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര R1ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി, R1 = R/P. പിന്നെ നമുക്ക് T2നെ ഇൻ ടൈംസ് ഓഫ് T1 ഒരു ഇക്വേഷൻ കിട്ടി, റോ ഇൻറ്റു T1. അത് 1 to 2. ഇനി നമ്മൾ 2 to 3 പ്രോസസ്സ് എടുക്കുകയാണ്. 2 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 2ൽ നിന്ന് 3ലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. വലിയ വോളിയം V3/V2 ⁻⁻1 നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സമം ഇടുക. ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ V3/V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തായിരിക്കും T2/T3 അല്ലേ, T2/3. ഇനി ഇപ്പുറത്ത് ഇതെന്തായിരിക്കും, ഇവിടെ V2/V3, ഇവിടെ V3/V2. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇവിടെ P2/P3 (Γ-1) അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 2 to 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ടൈം മാത്രമേ എടുക്കണല്ലോ. T2/T3 = V3/V2 (Γ-1) എടുക്കുകയാണ്. നമുക്ക് എന്താണെന്നറിയാം, V3/V2 അതായത് എക്സ്പാൻഷൻ റേഷ്യോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എക്സ്പാൻഷൻ റേഷ്യോ. 2ൽ നിന്ന് 3ലേക്ക് അഡിയബാറ്റിക്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷൻ റേഷ്യോ നമ്മൾ R1 എന്ന് എഴുതാണ്. അപ്പോൾ T2/T3 = R1 എന്ന് എഴുതാണ് ഞാൻ. ഓക്കെ, T2/T3 = R1. ഇനി നമുക്കിവിടെ എന്താ അറിയുക, R1 = R/ρ എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു R1 = R/ρ. അപ്പോൾ നമ്മൾ എന്താ T2/T3 = R1. ഇവിടെ ഞാൻ എഴുതാം R1 (Γ-1) അതായത് എക്സ്പാൻഷൻ റേഷ്യോൻ്റെ ഇത് എഴുതി ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ T3നെ ഇവിടെ നിർത്തി. ഓക്കെ, നമ്മൾ ഓൾറെഡി T2നെ കണ്ടുപിടിച്ച് നമുക്ക് T3 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ T3നെ ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താ T2/R/R⁻1 R1 (Γ-1) ശരിയല്ലേ. ഈ T3 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ R1 ടൈം ഇങ്ങോട്ട് വരും. അപ്പോൾ T2/R1 (Γ-1) = T3. ഓക്കെ, ഇനി ഞാൻ എന്താ T2/R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R കേട്ടോ. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗാമല്ല, R എന്നാണിത്. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊന്നുകൂടി എഴുതാം, R1 = R/ρ അല്ലേ. എക്സ്പാൻഷൻ റേഷ്യോ = കംപ്രഷൻ റേഷ്യോ / കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഞാനത് എഴുതിയത് ഇവിടെ ഒരു ഗാമ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് എഴുതി, T2/R1 ഞാൻ എന്ത് എഴുതി, R/ρ (Γ-1) എന്ന് എഴുതി. ഓക്കെ, അതായത് T3 = T2 × 1/R/1 അപ്പോൾ ഞാൻ അതിന് ഇത് 1/R/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നേരെ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ρ (R⁻1) എന്നാവും നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്നത്. അപ്പോൾ T3 = T2 × 1/R/ρ(Γ-1) എന്ന് പറയുന്നത് T2 × ρ (R⁻1) എന്നാവും. ഓക്കെ, അപ്പോൾ T2ൻ്റെ ഒരു ഇക്വേഷൻ വന്നു. അപ്പോൾ എനിക്ക് T2ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി, ഇവിടെ T3യുടെ ഒരു ഇക്വേഷൻ വന്നു, ശരിയല്ലേ. T3 = T2 × ρ (R⁻1) എനിക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതാണ്. ദാറ്റ് ഈസ് T3 = എന്താണ്, T3 = T2 × ρ (R⁻1) എനിക്ക് T2ൻ്റെ ഇക്വേഷൻ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ρ × T1. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കുകയാണ്. T3 = ρ × T1 × ρ (R⁻1) ശരിയല്ലേ. ഈ T2ന് ഞാൻ ഈ ഇക്വേഷൻ കൊടുത്തു, ρ × T1. അപ്പോൾ ρ × T1 × ρ (R⁻1) എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എടുത്തു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് 2 to 3 കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് 3 to 4 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഞാൻ 4 to 1 പ്രോസസ്സ് എടുത്തു. 4 to 1 പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്, 4ൽ നിന്ന് 1ലേക്ക് കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്ത് എഴുതി, V4/V1 (Γ-1) എന്ന് എഴുതി. രണ്ട് സൈഡിലും ഈക്വൽ ഇട്ടു. ഇപ്പുറത്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ T1/T4, ഇപ്പുറത്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ P1/P4 അത് ഇവിടെ
ഞാൻ എഴുതിയില്ല, ഞാനത് ആ ഇക്വേഷനാണ് എഴുതുക. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം. അതായത് നമ്മൾ ആ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് v4/v1 to the power of gamma minus 1 is equal to, ഇപ്പുറത്ത് എന്താ വരിക, രണ്ട് സൈഡിൽ ഈക്വൽ ടു ഇപ്പുറത്ത് T1/T4, ഇവിടെ എന്താ വരിക P1/P4 to the power of gamma minus 1 divided by gamma. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ടൈം P1 എന്നുള്ള ടൈമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ ഡെറിവേഷനിൽ ഇത്രയും മാത്രം. അതായത് T1/T4 is equal to v4/v1 to the power of gamma minus 1. അതായത് v4/v1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഈക്വൽ കൊടുത്തുള്ളത്. ദാറ്റ് ഈസ് T1/T4 is equal to r to the power of gamma minus 1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ ടൈമിൽ അത് പറയുന്നില്ല, അതുകൊണ്ട് അവിടെ എഴുതിയുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് എഴുതി, T1 is equal to, ഇവിടെ നിന്ന് ഞാൻ എന്ത് എഴുതാണ്, ഇതിൽ നിന്ന് ഞാൻ എഴുതാണ് T1 is equal to T4 into r to the power of gamma minus 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് T1 is equal to T4 into r to the power of gamma minus 1. ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതാണ്. ഓക്കെ, ദാറ്റ് ഈസ് T1 is equal to T4 into r to the power of gamma minus 1. അപ്പോൾ നമുക്കിപ്പോൾ T4ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അതേപോലെ തന്നെ നേരത്തെ ഇപ്പോൾ T1ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. തൊട്ട് മുൻപ് നമ്മളെന്താ T3ക്ക് ഒരു ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. T3 is equal to എന്താ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. T3 is equal to റോ ഇൻറ്റു T1 ഇൻറ്റു റോ ബൈ r to the power of gamma minus 1 എന്നുള്ളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ T1, അതായത് T1 is equal to T4 ഇൻറ്റു r to the power of gamma minus 1 എന്നുള്ളത് ഞാൻ ഈ കിട്ടിയ ഇക്വേഷൻ ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, T3യുടെ ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T3 is equal to T1 ഇൻറ്റു റോ അല്ലേ. അപ്പോൾ T1 എന്ന് പറയുന്നതിൻ്റെ ഇത് ഞാൻ എന്ത് എഴുതി, T4 ഇൻറ്റു r to the power of gamma minus 1, T1 ഇൻറ്റു റോ. അപ്പോൾ റോ ഇവിടെ എഴുതി ഇൻറ്റു റോ ബൈ r to the power of gamma minus 1, റോ ബൈ r to the power of ഹോൾ ആൾ ടു ദ പവർ ഓഫ് ഗാമ മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ T4 ഇൻറ്റു r to the power of gamma minus 1 ഇൻറ്റു ഇവിടെ റോ ഇൻറ്റു എന്നാൽ റോ ടു ദ പവർ ഓഫ് 1 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ r to the power of gamma minus 1 എന്നാണ് ഈ കിടക്കുന്നത്. ശരിയല്ലേ? ഇവിടെ ടു ദ പവർ ഓഫ് 1 ഉണ്ട്, പിന്നെ ഇതിന് ഓൾറെഡി ടു ദ പവർ ഓഫ് ഗാമ മൈനസ് 1, ഇതിനും r to the power of gamma minus 1. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് എഴുതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് എക്സ് ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് എ ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ടു ദ പവർ ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ റോ ടു ദ പവർ ഓഫ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ T4 ഇൻറ്റു, ഓക്കെ, ഇവിടെ നമ്മൾ ഈ r to the power of gamma minus 1ഉം ഈ r to the power of gamma minus 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ളത് T4 ഇൻറ്റു, ഓക്കെ, ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ T4 ഇൻറ്റു നെക്സ്റ്റ് റോ ടു ദ പവർ ഓഫ് 1 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ മൈനസ് 1 എന്നുള്ളതായി. അപ്പോൾ അത് എക്സ് ടു ദ പവർ ഓഫ് എ ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് എ പ്ലസ് ബി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് T4 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് 1 പ്ലസ് ഗാമ മൈനസ് 1. അപ്പോൾ ഈ 1ഉം പ്ലസ് 1ഉം മൈനസ് 1 ക്യാൻസൽ ചെയ്യുമ്പോൾ T3 ഈസ് ഈക്വൽ ടു T4 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ എന്ന് കിട്ടി. ഓക്കെ, T3 ഈസ് ഈക്വൽ ടു T4 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ അറിയാം, വി നോ ദാറ്റ് ഫ്രം ഇക്വേഷൻ 3ൽ നമ്മൾ T2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ T2 കണ്ടുപിടിച്ചിട്ടുണ്ട്. T2 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു T1 എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇക്വേഷൻ 6ൽ നമുക്ക് എന്താ അറിയാം, ഇക്വേഷൻ 6 എന്തായിരുന്നു, പുട്ട് 6 in 3, അതായത് പുട്ട് 6 ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയുള്ളത് T1 is equal to T4 into r to the power of gamma minus 1 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് T1. അപ്പോൾ ആ T1ൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്, T2ൻ്റെ ഇവിടെ കൊടുക്കുകയാണ്. T2ൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് T2 is equal to റോ ഇൻറ്റു T1. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ T1 കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താവും, T2 is equal to ഇവിടെ ഒരു റോ ഉണ്ട്, പിന്നെ T1ൻ്റെ ഇക്വേഷൻ T4 ഇൻറ്റു r to the power of gamma minus 1 നമ്മൾ എഴുതാണ്. ഓക്കെ, ഇനി പുട്ട് ഇക്വേഷൻസ് എന്താണ്, ഇക്വേഷൻസ് 6, 7, 8 ഇൻ ഇക്വേഷൻ 1. അതായത് 6 എന്ന് പറയുന്നത് T1 is equal to T4 r to the power of gamma minus 1. ഇനി 7 എന്ന് പറയുന്നത് T4 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ. ഓക്കെ, ഇനി 6, 7, 8 T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T4 ഇൻറ്റു r to the power of gamma minus 1 ഇൻറ്റു റോ. അതായത് എല്ലാത്തിനും T1നെ, T2നെ, അതേപോലെ T3നെ എല്ലാം നമ്മൾ ഇൻ ടേംസ് ഓഫ് T4ൽ എഴുതാണ്. നമ്മൾ എഴുതാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ എഴുതി വെച്ചല്ലോ, 1 - 1 ഡിവൈഡ് ബൈ
1 ഡിവൈഡ് ബൈ ഗാമ അല്ലേ, സി പി ബൈ സി വി ആയിരുന്നു. 1 - 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു T3 - T4 ഡിവൈഡഡ് ബൈ T2 - T1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ T1, T2, T3ക്ക് എല്ലാം ഇൻ ടേംസ് ഓഫ് T4 ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാണ് 1 - 1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു എന്താ T3യുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് T4 ടു ദ പവർ ഓഫ് T4 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ മൈനസ് T4 ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ. പിന്നെ T2നെ നമ്മൾ കണ്ടുപിടിച്ചത് T4 ഇൻറ്റു ആർ ടു ദ പവർ ഓഫ് ഗാമ -1 ഇൻറ്റു റോ. പിന്നെ അതേപോലെ തന്നെ T1ൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് T4 ഇൻറ്റു ആർ ടു ദ പവർ ഓഫ് ഗാമ -1. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T4 എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ റോ ടു ദ പവർ ഓഫ് ഗാമ -1 എന്ന് വരും. ഓക്കെ, അത് പുറത്ത് എഴുതിയിട്ടുണ്ട്. That is efficiency is equal to efficiency 1 - 1 divided by gamma rho to the power of gamma -1. അതായത് T4 കോമൺ ആണ്, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. റോ ടു ദ പവർ ഓഫ് ഗാമ -1 ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ആർ ടു ദ പവർ ഓഫ് ഗാമ -1 മൈനസ് ആർ ടു ദ പവർ ഓഫ് ഗാമ -1. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആർ ടു ദ പവർ ഓഫ് ഗാമ -1 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താ എഫിഷ്യൻസി is equal to 1 - 1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ -1 ഡിവൈഡഡ് ബൈ ഈ ആർ ടു ദ പവർ ഓഫ് ഗാമ -1 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി റോ -1 ആയി. ശരിയല്ലേ, റോ -1 എന്നായി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഞാനതങ്ങനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എഫിഷ്യൻസി is equal to 1 - 1 ഡിവൈഡഡ് ബൈ ആർ ടു ദ പവർ ഓഫ് ഗാമ -1 ഇൻറ്റു റോ ടു ദ പവർ ഓഫ് ഗാമ -1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റോ -1. ഇതാണ് നമ്മളുടെ എന്താ പറയുക ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ.